ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം 3-ാം അധ്യായം 34-ാം വാക്യം. ചുറ്റും ഇരിക്കുന്നവരെ നോക്കിക്കൊണ്ട് ഈശോ പറഞ്ഞു, ഇതാ എൻ്റെ അമ്മയും സഹോദരങ്ങളും. ഈശോ തനിക്ക് സ്വന്തമായുള്ളവരെ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. നമ്മൾ കുരിശിൻ്റെ വഴി പ്രാർത്ഥനയിൽ എപ്പോഴും കേൾക്കുന്ന ഒരു വചനഭാഗമാണിത്. പൂർണ്ണതയും വളർച്ചയും പ്രാപിച്ച ഒരു മനസ്സിൻ്റെ പ്രതികരണം എന്ന രീതിയിലാണ് ഈശോയുടെ ഈ വചനത്തെ നമ്മൾ കാണുന്നത്. ചുറ്റും ഇരിക്കുന്ന ആളുകളെ നോക്കി ഈശോ പറയുന്നു, ഇതാ എൻ്റെ അമ്മയും സഹോദരരും. ചുറ്റുമുള്ളവരെ സ്വന്തം വീട്ടിൽപ്പെട്ടവരായി കാണാൻ ഈശോയ്ക്ക് സാധിക്കുന്നു. അമ്മയും സഹോദരങ്ങളുമായി എന്ന് പറഞ്ഞാൽ ഏറ്റവും ജീവിതത്തിൽ അടുപ്പമുള്ള വ്യക്തികളായി ചുറ്റുമിരിക്കുന്ന ആളുകളെ കാണാൻ സാധിക്കുന്നു. കാരണം അവരെല്ലാവരും ദൈവവചനം കേട്ടിരിക്കുന്നത് കൊണ്ട്, ദൈവത്തിൽ ഒന്നായിരിക്കുന്നത് കൊണ്ട് ഈശോയ്ക്ക് അവരെ അങ്ങനെ കാണാൻ സാധിക്കുന്നു. സ്നേഹമുള്ളവരെ, നമ്മുടെ മനസ്സും വളർച്ച പ്രാപിക്കേണ്ടത് ഈ ഒരു കാഴ്ചപ്പാടിലേക്കാണ്. ഇങ്ങനെ ചുറ്റുമുള്ളവരെ എല്ലാം നമുക്ക് പ്രിയപ്പെട്ടവരായി നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ആളുകളെ പോലെ കാണാനും സ്നേഹിക്കാനും സാധിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എനിക്ക് ഇനി മുതൽ ശത്രുക്കളായി ആരുമില്ല എന്നുകൂടിയാണ്. എൻ്റെ വീട്ടിൽപ്പെട്ടവരോട് എനിക്ക് വലിയ സ്നേഹവും അടുപ്പവും ബഹുമാനവും ഉള്ളതുപോലെ എല്ലാവരെയും അങ്ങനെ കാണാൻ സാധിച്ചാൽ, ഇതാ എൻ്റെ അമ്മയും സഹോദരങ്ങളുമെന്ന് സത്യസന്ധമായി എല്ലാവരെക്കുറിച്ച് നമുക്ക് പറയാനും ചിന്തിക്കാനും സാധിച്ചാൽ, ഇനി മുതൽ എനിക്ക് ശത്രുക്കളില്ല, മറിച്ച് ഞാൻ സ്വർഗരാജ്യം ഈ ഭൂമിയിൽ കൊണ്ടുവന്ന് ജീവിക്കുന്ന ഒരാളാണ് എന്നുകൂടി അതിന് അർത്ഥമുണ്ടാവുകയാണ്. ദൈവത്തെ സ്വന്തം പിതാവായി കാണുന്ന ഒരാൾക്ക് ചുറ്റുമുള്ളവരെ അമ്മയായും സഹോദരങ്ങളായും ഒക്കെ കാണാനായി സാധിക്കുകയുള്ളൂ. ഇതിൻ്റെ അർത്ഥം ആരെയും മാറ്റി നിർത്താതെ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന സുവിശേഷമാണ് ഇത് എന്നുള്ളതാണ്. ഇന്നത്തെ ലോകത്തിന് ഏറ്റവും ആവശ്യമുള്ള കാര്യവും ഇത് തന്നെയാണ്. പല പല ചെറിയ ചെറിയ കാര്യങ്ങളും കാരണങ്ങളും പറഞ്ഞ് അകറ്റി നിർത്താനും മാറ്റി നിർത്താനും വേർതിരിച്ച് നിർത്താനും ശ്രമിക്കുമ്പോൾ ഇവിടെ ചുറ്റുമിരിക്കുന്നവരെ നോക്കി ഏറ്റവും അടുപ്പമുള്ള ബന്ധത്തെക്കുറിച്ച് ഈശോ സംസാരിക്കുന്നു, ഇതാ എൻ്റെ അമ്മയും സഹോദരരും. ഇതുതന്നെയാണ് സത്യത്തിൽ ക്രിസ്തുമസ്. ഈശോ എന്തുകൊണ്ട് ഒരു പുൽക്കൂട്ടിൽ ജനിച്ചു എന്ന് ആളുകൾ ചോദിക്കാറുണ്ട്. ഉത്തരം ഇതാണ്, ഈ ലോകത്തിലുള്ള ഏറ്റവും പാവപ്പെട്ടവനെ പോലും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയണമെങ്കിൽ അവനെപ്പോലെ ഈശോയ്ക്ക് ആയിത്തീരേണ്ടതുണ്ടായിരുന്നു. ഏറ്റവും താഴെ തട്ടിലുള്ള ഒരു ജനനമെടുത്ത് ഈശോയ്ക്ക് അത് തെളിയിക്കേണ്ടതുണ്ടായിരുന്നു. ഒരുപക്ഷെ ഒരു രാജകൊട്ടാരത്തിൽ, ദാവീദിൻ്റെ രാജപരമ്പരയിൽപ്പെട്ട ആളായിട്ടാണ് ഈശോ വരുന്നതെങ്കിലും, ഒരു രാജകൊട്ടാരത്തിൽ പെട്ടാണ് ഈശോ പിറന്നതെങ്കിൽ ഈശോ പിന്നീട് പറയുമ്പോൾ ഞാൻ പാവപ്പെട്ടവരെ സ്നേഹിക്കുന്നു, ചുങ്കക്കാരെയും പാപികളെയും അധസ്ഥിതരെയും സ്നേഹിക്കുന്നുവെന്ന് പറയുമ്പോൾ അവർക്കത് മനസ്സിലാകാതെ പോകും. കാരണം ഒരു സാധർമ്മ്യം, ഒരു സാരൂപ്യം ആ വാക്കുകളും പ്രവർത്തനവും തമ്മിൽ കാണുന്നില്ല. ഇവിടെ ഈശോ ഏറ്റവും മോശപ്പെട്ട ഒരവസ്ഥയിൽ വന്ന് പിറക്കുമ്പോൾ അതിനേക്കാൾ താഴെ ഒരാളും ഒരുപക്ഷെ ഈ ഭൂമിയിൽ ജനിക്കുന്നില്ലാത്തത് കൊണ്ട് അവരെയും സ്നേഹിക്കുന്നുവെന്ന് അവർക്ക് ഈശോയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ തോന്നും. അപ്പോൾ അതുകൊണ്ട് ചുറ്റുമുള്ളവരെ എല്ലാം സഹോദരങ്ങളായി അമ്മയുടെ സ്ഥാനത്ത്, സഹോദരങ്ങളുടെ സ്ഥാനത്തൊക്കെ കാണാൻ ഈശോയ്ക്ക് സാധിച്ചത് ഈശോ ഇപ്രകാരം ഒരു വളരെ എളിയ ജനനം സ്വീകരിക്കാൻ തയ്യാറായതുകൊണ്ട് കൂടിയാണ്. നമുക്കും ഈശോയെപ്പോലെ മനസ്സ് വിശാലമാക്കാം. ആരെയും നമ്മുടെ സ്നേഹവലയത്തിൽ നിന്ന് ഒഴിവാക്കി നിർത്താതെ, ശത്രുവിൻ്റെ ഗണത്തിൽപ്പെടുത്തി നിർത്താതെ എല്ലാവരെയും ചുറ്റുമുള്ളവരെ എല്ലാം സഹോദരങ്ങളായും വീട്ടുകാരായും കണ്ട് സ്നേഹിക്കാനുള്ള വലിയൊരു ആത്മീയ വലുപ്പത്തിലേക്കാണ് ഈ ക്രിസ്തുമസ് നമ്മളെ വിളിക്കുന്നത്. അത് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കട്ടെ. ആമേൻ.